Good morning. Today you are going to see what is corporate social responsibility. Clear? So, corporate social responsibility എന്നുള്ള കൺസെപ്റ്റ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോർപ്പറേറ്റ് വേൾഡിൽ എത്രത്തോളം സോഷ്യലി റെസ്പോൺസിബിൾ ആണ് ഒരു കോർപ്പറേഷൻസ്, റൈറ്റ്? ദാറ്റ് ദ കോർപ്പറേഷൻസ് ഷുഡ് നോട്ട് ബി ഇറസ്പോൺസിബിൾ and should comply with all the rules and regulations, laws and regulations, creating quality products, clear, marketed in an ethical manner, in compliance with laws and regulations, with finances, represented in an honest, transparent way to the shareholders. അപ്പം എല്ലാ രീതിയിലും അവർ കെയർഫുൾ ആവണം. കോർപ്പറേഷൻസ് ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ അവരൊരിക്കലും ഇറസ്പോൺസിബിൾ ആവാൻ പാടില്ല. അവർ എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാവണം ചെയ്യണത്. എന്തായാലും ക്വാളിറ്റി പ്രൊഡക്ട്സ് ആവണം ക്രിയേറ്റ് ചെയ്യണത്. അതൊരു എത്തിക്കൽ മാനറിലാവണം മാർക്കറ്റ് ചെയ്യണത്. ആൻഡ് എല്ലാ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും കൃത്യമായ രീതിയിൽ ഓണസ്റ്റ്ലി ട്രാൻസ്പാരൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിനെ ഒരു രീതിയിലും വഞ്ചിക്കാൻ പാടില്ല. അത്രയ്ക്ക് മിനിമം ഒരു കോർപ്പറേഷൻസ് പാലിച്ചിരിക്കണം ഇന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ സോഷ്യലി റെസ്പോൺസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർ പിന്നെ നല്ലൊരു CEO, അതായത് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിനെ ഹയർ ചെയ്തിട്ട് അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആവാൻ ശ്രമിക്കും. അവരുടെ പിന്നെ കിട്ടുന്ന മണി അല്ലെങ്കിൽ അസറ്റ് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചാരിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആ രീതിയിൽ അവരെല്ലാ രീതിയിലും എത്തിക്കലി നല്ല രീതിയിലാണ് പ്രവർത്തിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യണത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ. ക്ലിയർ? സോ ഒരു ബ്രോഡനിങ് അക്കൗണ്ടബിലിറ്റി, ഒരു കുറച്ചും കൂടിയും ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിർബന്ധമായിട്ടും സോഷ്യലി റെസ്പോൺസിബിൾ ആവണം എന്നുള്ളത് നമ്മൾ പറയാച്ചാൽ അത് കുറച്ചും കൂടിയും അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. എംപ്ലോയീസിനാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും സപ്ലയേഴ്സിനാണെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ആർക്കാണെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഷിഫ്റ്റ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? സോ CSR എന്ന് പറയുമ്പോൾ 3 പീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്: പ്രോഫിറ്റ്സ്, പീപ്പിൾ ആൻഡ് പ്ലേസ്. പ്രോഫിറ്റ്സ്, പീപ്പിൾ മീൻസ് എംപ്ലോയീസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, സിറ്റിസൺസ് ആവാം. പ്ലേസ് എന്ന് പറയുമ്പോൾ എൻവയൺമെൻറ്റും കമ്മ്യൂണിറ്റിയും. ക്ലിയർ? സോ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയണത് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സക്സസിന് ആവശ്യമുള്ള കാര്യമാണ്. പ്രോഫിറ്റബിലിറ്റിയുടെ കൂടെ തന്നെ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ശ്രദ്ധിക്കണം. ആൻഡ് അത് ഫങ്ഷൻ ചെയ്യണ എൻവയൺമെൻറ്റും അത് റെസ്പോൺസിബിളായ കമ്മ്യൂണിറ്റീനെയും അത് ശ്രദ്ധിക്കണം. Clear? And let us see some relevant definitions of CSR. The entirety of CSR can be discerned from the 3 words obtained within its title phrase: corporate, social and responsibility. ക്ലിയർ? 3 വേർഡ്സ് ആണ്. ബ്രോഡ് ടേംസിൽ നമ്മൾ പറയാച്ചാൽ CSR എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കോർപ്പറേഷൻസ് ഹാവ് ടു ദ സൊസൈറ്റീസ് വിത്തിൻ വിച്ച് ദേ ആർ ബേസ്ഡ് ആൻഡ് ഓപ്പറേറ്റ്. അതായത് ആ കോർപ്പറേഷൻസ് ഏത് സൊസൈറ്റിയിലാണോ ഉള്ളത്, ഏതോ സൊസൈറ്റിയിലാണോ അവർ ഓപ്പറേറ്റ് ചെയ്യണത്, അതിലേക്ക് അവർ കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയണത്. ക്ലിയർ? ആൻഡ് മോർ സ്പെസിഫിക്കലി CSR എന്ന് പറയുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നീഡ്സ് ആൻഡ് വാല്യൂസ് ഒക്കെ നോക്കി ഡിസൈഡ് ചെയ്യാണ് ചെയ്യണത്. ക്ലിയർ? ഒരു ബിസിനസ് സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനാണ് ഒരു ഓർഗനൈസേഷന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടത് വെച്ചാൽ ആ ഓർഗനൈസേഷനിലേക്കൊക്കെ അവർ റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കണം. ക്ലിയർ? ആൻഡ് ഒരു ഡെഫിനിഷനാണ് ദ നോഷൻ ഓഫ് കമ്പനീസ് ലുക്കിംഗ് ബിയോണ്ട് പ്രോഫിറ്റ്സ് ടു ദെയർ റോൾ ഇൻ സൊസൈറ്റി. അപ്പോൾ പ്രോഫിറ്റ് അല്ലാതെ പ്രോഫിറ്റിനപ്പുറം ഒരു റോൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഈസ് ജനറലി ടേംഡ് ആസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? ദ നോഷൻ ഓഫ് കമ്പനീസ് ലുക്കിംഗ് ബിയോണ്ട് പ്രോഫിറ്റ് ടു ദെയർ റോൾ ഇൻ സൊസൈറ്റി ഇസ് ജനറലി ടേംഡ് ആസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിനെയാണ് എന്ത് പറയണത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയണത്. ഇറ്റ് റെഫേഴ്സ് ടു എ കമ്പനി ലിങ്കിങ് ഇറ്റ് സെൽഫ് വിത്ത് എത്തിക്കൽ വാല്യൂസ്. ഇപ്പോൾ ഒരു കമ്പനി എത്തിക്കൽ വാല്യൂസ് ഹോൾഡ് ചെയ്യുക, ട്രാൻസ്പെറൻറ്റ് ആവുക, എംപ്ലോയി റിലേഷൻസ് കീപ്പ് ചെയ്യുക, കംപ്ലയൻസ് വിത്ത് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഓവറോൾ സർവീസ് ആക്ഷൻ
However, and CSR is a corporate philosophy that drives strategic decision making, partner selection, hiring practices, and ultimately your brand is getting developed by way of CSR. Clear? അപ്പോൾ CSR വഴി നമ്മുടെ ബ്രാൻഡും കൂടിയും ഡെവലപ്ഡ് ആവാണ്. ആൻഡ് വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഇതൊരു ട്രഡീഷണൽ മോഡലാണ്. അതായത് ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആവണം. അതിലൂടെ എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ജോബ്സ്, കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ്പോർട്ട് ഏർണിങ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് സപ്ലയേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇത്രയാണ് ബെനിഫിറ്റ്സ് ഉള്ളത് ബിസിനസ്. ഇതാണ് കോർ ആക്ടിവിറ്റി ഓഫ് ദ കമ്പനി. ക്ലിയർ? അപ്പോൾ പക്ഷേ ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഫിലോൺട്രോഫിയാണ്. അതായത് നമ്മൾ സൊസൈറ്റീനെയും സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യണം. സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി ഹെൽപ്ഡ്. അപ്പോൾ ബിസിനസ്സിന് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അതുവഴി നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്താൻ പറ്റണം. ആ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? ആൻഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടുവേർഡ്സ് CSR. ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് അപ്രോച്ചാണ്. സോ അഡ്രസ്സിങ് സോഷ്യൽ ഇഷ്യൂസ് കംസ് ടു എ കോസ്റ്റ് ടു ബിസിനസ്. ബിസിനസ് ഇന്റേണലൈസ് എ കോസ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിൾ ആക്ഷൻ. അത് അവരുടെ കോമ്പറ്റീറ്റീവ് ഇതും കൂടി, അതായത് നമ്മൾ ഗ്ലോബലി കോമ്പറ്റേറ്റീവ് എൻവയൺമെന്റ് ആവണമെങ്കിൽ ഒരു കമ്പനി, ഗ്ലോബലി നമ്മൾ കോമ്പറ്റേറ്റീവ് ആവണമെങ്കിൽ ഒരു കമ്പനി ആ കൺട്രിയുടെ സോഷ്യൽ ഇഷ്യൂസിലേക്ക് ശ്രദ്ധ ചെലുത്തണം, അതിൽ ഇൻവോൾവ് ആവണം, അതിന് പരിഹാരം കണ്ടെത്തണം. ക്ലിയർ? പിന്നെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ, നമുക്ക് കോമ്പറ്റേറ്റീവ് ആവാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? CSRലേക്ക് കമ്പനികളുടെ അപ്രോച്ചാണ്. അടുത്തത് കേപ്പബിലിറ്റി അപ്രോച്ചാണ്. അടുത്തത് എങ്ങനെയാ വെച്ചാൽ കേപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിലും ഒക്കെ മാനേജേഴ്സ് നല്ല ട്രെയിൻഡ് ആണ്. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റിയൽ പ്രോബ്ലംസ് വരുമ്പോൾ അത്രത്തോളം ട്രെയിൻഡ് അല്ല, അവർക്ക് അത്രത്തോളം നോളേജോ സ്കിൽസോ ഇല്ല. ക്ലിയർ? അപ്പോൾ ഈ ഒരു വ്യൂ സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ കോർപ്പറേറ്റ്, അതായത് നമ്മൾ സോഷ്യൽ ഇഷ്യൂസിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആവുക ചെയ്യുക. അപ്പോൾ part of the capability argument also suggests that corporations can best serve societal interest by sticking to what they do the best, which is providing quality goods and service and selling them at affordable price. അപ്പോൾ രണ്ടാമത്തെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സോഷ്യൽ ഇഷ്യൂസിലൊന്നും ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ബെസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പം തന്നെ കോർപ്പറേറ്റ്ലി നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മാനേജേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരൊരിക്കലും സോഷ്യൽ പ്രോബ്ലംസ് നന്നായി ചെയ്യും എന്ന് ഉറപ്പൊന്നും പറയില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുക്കുക, നല്ല രീതിയിൽ പിന്നെ കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ തന്നെ ആൾക്കാർക്ക് കൂടുതൽ ഇംപ്രസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ കാപ്പബിലിറ്റി നന്നായി എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നമ്മൾ CSR നന്നായി ചെയ്തു എന്നുള്ളതാണ് അവിടെ. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് പ്രോഡക്ട്സ് എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയണത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് അവരുടെ ഓപ്പറേഷൻസ് ഓണസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്താൽ തന്നെ ചീറ്റ് ചെയ്യില്ല കസ്റ്റമറിനെ. ആൻഡ് അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ അപ്രോച്ച് സെൽഫ് ഇൻട്രസ്റ്റ് ആർഗ്യുമെന്റ്. സെൽഫ് ഇൻട്രസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻസ് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെയ്യുക, അതായത് അഷ്യൂർ ദംസെൽഫ് ഫോർ എ ഫേവറബിൾ ഓപ്പറേറ്റിംഗ് എൻവയൺമെന്റ്. അതായത് കമ്പനീസ് ഷോർട്ട് ടേം അപ്രോച്ച് അല്ലാതെ അവരുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. കോർപ്പറേറ്റ് വേൾഡ് ആണെങ്കിലും കൂടുതൽ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഫൈനലി നമ്മളെപ്പോഴും നമുക്ക് കുറേ റിസോഴ്സസ് ഉണ്ടാവും, ആ റിസോഴ്സസിൽ കമ്പനീസ് കുറച്ചും കൂടിയും സോഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെൽഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ തന്നെ നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അടുത്ത ഒരു അപ്രോച്ചായിട്ട് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അപ്രോച്ചാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അപ്രോച്ച്
ഓണേഴ്സാണ് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് ഓണേഴ്സിന് ഓർഗനൈസേഷന് ഓണേഴ്സിനോട് കുറേ ഓബ്ലിഗേഷൻസ് ഉണ്ട്. കാരണം അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നല്ലൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, അത് കൊടുക്കുക. എംപ്ലോയീസും പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവരോടും നമുക്ക് ലീഗൽ ക്ലെയിംസ് ഉണ്ട്. ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സിനോടും കൂടുതൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ എല്ലാ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാ സിറ്റിസൺസും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവരോടൊക്കെ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആവണം. സോഷ്യൽ ഇഷ്യൂസിനോടാണെങ്കിലും പിന്നെ നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് ചിലപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടാവും നമ്മൾ റെസ്പോൺസിബിൾ ആവുക. സോഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ ഇടപെടാറുണ്ട്. അപ്പം അടുത്ത് നമ്മൾക്ക് സ്കൂൾസ് ഉണ്ടെങ്കിൽ ആ സ്കൂൾസിന് നമ്മൾ കുറച്ച് നന്നായിട്ട് നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ബസ് സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യുക, ബസ് സ്റ്റേഷൻസ്, ഹബ്ബ് പ്രൊവൈഡ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒരു കൺട്രിക്ക്, ഒരു ലൊക്കാലിറ്റിക്ക് ആവശ്യം വെച്ചാൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതുവഴിയൊക്കെ നമ്മൾ കുറച്ചും കൂടിയും എക്കണോമീനെ, കൺട്രീനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരോട് കുറച്ചും കൂടിയും പ്രതിജ്ഞാബദ്ധരാണ്. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്രോച്ചിലും. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ വെറുതെ പ്രോഫിറ്റ് റീപ്പ് ചെയ്ത് കൊണ്ടുപോവുക, അതായത് കമ്പനികൾ കൂടുതലായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ മിയർ പ്രോഫിറ്റബിൾ സ്കീംസ് ആയിട്ട് മാറുകയാണ്. അതല്ലാതെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് അവർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ചെലവാക്കേണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ ഡിഫറെൻറ്റ് അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ആർഗ്യുമെന്റ്സ് അണ്ടർപിന്നിങ് CSR. ദർ ഇസ് എ മോറൽ ആർഗ്യുമെന്റ് ഫോർ CSR. അപ്പോൾ മോറൽ ആർഗ്യുമെന്റ് നമുക്ക് എന്തായാലും ഉണ്ട്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് മുഴുവൻ മോറൽ ആർഗ്യുമെന്റ് ആണ്. കൺസ്യൂമർ ബേസ്, എംപ്ലോയീസിനെ കുറിച്ച് ചിന്തിക്കുക വെച്ചാലും, സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുക വെച്ചാലും, സൊസൈറ്റിക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണു, എംപ്ലോയീസിന് കൂടുതൽ ജോലി സാധ്യത പ്രൊവൈഡ് ചെയ്യണു, കൺസ്യൂമേഴ്സിന് കുറച്ച് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കണു. അപ്പോൾ അതിലൊക്കെ ഒരു മോറൽ ഒബ്ലിഗേഷനാണ്. കാരണം ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, അവർ കുറച്ചും കൂടിയും പിന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷന് അനുസരിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരും, നമുക്ക് എന്ത് ഇഷ്യൂ വന്നാലും എല്ലാവരും ഉണ്ടാകും നമുക്ക്. ക്ലിയർ? അപ്പോൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാവും. കൺസ്യൂമേഴ്സ് ആണെങ്കിലും അവർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സും സർവൈവ് ചെയ്യില്ല. ഇതൊക്കെയാണ് മോറൽ ആർഗ്യുമെന്റ്. CSRനോടുള്ള മോറൽ ആർഗ്യുമെന്റ് ഇതൊക്കെയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഒരു എക്കണോമിക് ആർഗ്യുമെന്റും കൂടി ഉണ്ട്. പിന്നെ എക്കണോമിക് സെൽഫ് ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു CSR സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബിസിനസ് കൊണ്ട് നടത്താൻ പറ്റും. ക്ലിയർ? അതായത് CSR റെപ്രസെന്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ബിസിനസ്. CSR കുറച്ചും കൂടിയും ഒരു പൂർണ്ണത കൊണ്ടുവരിക ബിസിനസ്സിന്. അപ്പോൾ CSR പോളിസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക്കൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 2-3 കമ്പനീസ് ഒരേ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും CSR കൺസ്യൂമേഴ്സ്, കോർപ്പറേറ്റ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ കൺസ്യൂമേഴ്സ് തീർച്ചയായിട്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ? ഒരു കമ്പനീസ് കസ്റ്റമർ. CSR creates value because it reflects a value of the important constituent base that the company aims to survive. അപ്പോൾ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം CSR ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും എക്കണോമിക്കലി പ്രോഫിറ്റ് കൂടാനുള്ള ഒരു മാർഗം കൂടിയാണ് CSR. ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആർഗ്യുമെന്റ്സ് എന്തുകൊണ്ടാണ്? ഒന്ന്, റെപ്യൂട്ടേഷൻ, സൊസൈറ്റിയുടെ റെപ്യൂട്ടേഷൻ കൂടുകയാണ്. രണ്ടാമത്തെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ആവുകയാണെങ്കിൽ ബിസിനസ് പരമായിട്ടും ലീഗലായിട്ടും സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒക്കെ കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താണ് ചെയ്യണത്. ക്ലിയർ? ആൻഡ് മോർ എക്സ്പെക്ടേഷൻസ് ഫ്രം ബിസിനസ്. ഇപ്പോൾ പബ്ലിക് എക്സ്പെക്ടേഷൻസ് നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ട പബ്ലിക്
പബ്ലിക്കിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ബിസിനസ്മാൻ വളരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ വരില്ല. കാരണം ബിസിനസ്മാന് റോ മെറ്റീരിയൽസ് ലോ കോസ്റ്റിൽ കിട്ടും, അയാള് അത് വിൽക്കണത് ഹൈ കോസ്റ്റിലാണ്. സോ ബിസിനസ്മാന്റെ ഡ്യൂട്ടിയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഐ മീൻ കുറച്ച് കാര്യങ്ങളും കൂടിയും ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കുറച്ചും കൂടിയും എക്കണോമിക്കലി യൂസ്ഫുൾ ആവുന്ന രീതിയിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി കൂടുതൽ എക്സ്പെക്ടേഷനാണ് ബിസിനസ്സിൽ നിന്ന് ഉണ്ടാവുന്നത്. ക്ലിയർ? ആൻഡ് ലോങ് റണ്ണിൽ അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനീസിന് കുറച്ചും കൂടി നല്ല ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബിസിനസ് ഹാസ് യൂസ്ഫുൾ റിസോഴ്സ്. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ സൊസൈറ്റി ഗിവ്സ് എ ആർഗ്യുമെന്റ് ദാറ്റ് ബിസിനസ് ഹാസ് സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് മണി റിസോഴ്സസ്. ആൻഡ് ഈ ഒരു റിസോഴ്സ് യൂസ് ചെയ്തിട്ട് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാച്ചാൽ സൊസൈറ്റി കുറച്ചു കാലം കഴിഞ്ഞാൽ റിച്ച് ആവും. ക്ലിയർ? അപ്പോൾ സൊസൈറ്റി റിച്ച് ആയി കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാവും. അത് പിന്നെ കമ്പനീസിന് തന്നെ ഗുണം ചെയ്യും. കൂടുതൽ യൂസ്ഫുൾ റിസോഴ്സ് ഉണ്ടാവുക. ബെറ്റർ എൻവയൺമെന്റ് ഫ്രം ബിസിനസ്. ആൻഡ് ഒരു ബിസിനസ് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഒരു എംപ്ലോയിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ എൻവയൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ദീസ് ആർ ദ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് വൺ ഇസ് കോസ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക്. ഇതിനും ഒരുപാട് കോസ്റ്റ് ആവും. കാരണം ബിസിനസ്സിന് ഓൾറെഡി ലിമിറ്റഡ് റിസോഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ബിസിനസ്സിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം സോഷ്യൽ മോറൽ ഇഷ്യൂസ് ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എക്കണോമിക്കലി റൺ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് പറയണത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്മാൻ ഒരിക്കലും സോഷ്യൽ വർക്കിൽ എക്സ്പേർട്ട് അല്ല. അയാൾ എപ്പോഴും എക്കണോമിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതും ഒരു ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ആണ്. ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് എ ലീഗൽ. നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നത് ഒരിക്കലും നിയമപരമായിട്ടല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ല. പിന്നെ അങ്ങനെ ഒരു പ്രഷർ ഒരിക്കലും നിയമപരമായിട്ട് ഒരു ബിസിനസ്മാന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർഗ്യുമെന്റ്. ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ. ഇന്ത്യയിലാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ത്യൻ ബിസിനസ്മാൻ്റെ ഒരു ആർഗ്യുമെന്റ് എന്താ വെച്ചാൽ അവർക്ക് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൂടുകയാണ്. കാരണം ഇതിലേക്കും പൈസ ചിലവാക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് വീണ്ടും കോസ്റ്റ് കൂടുകയാണ്. അപ്പം നമ്മൾക്ക് ഇന്റർനാഷണലി കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതേ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ കോസ്റ്റിൽ നമുക്ക് അവിടെ വിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ ലോ കോസ്റ്റിൽ സെല് ചെയ്യണ വേറെ പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോണത്. ആൻഡ് ഇഗ്നോർ ദ ബിസിനസ് എയിം. ബിസിനസിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. ആ എയിമാണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നത്. ക്ലിയർ? ആൻഡ് CSR ടുവേർഡ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും CSRനുള്ള റെലവൻസ് ഞാൻ ഇത്രയും നേരമായിട്ട് പറഞ്ഞു. കസ്റ്റമേഴ്സിനോട് ഉണ്ടാവണം, നല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കണം, പ്രൊവൈഡിങ് ഗുഡ് വാല്യൂ ഫോർ മണി ആൻഡ് സേഫ്റ്റി, ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആവണം കസ്റ്റമേഴ്സിന് കൊടുക്കണത്. ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ് നന്നാക്കണം. ലോങ് ടേം ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റണം. ആൻഡ് ഈവൻ നല്ലൊരു സ്റ്റാൻഡേർഡ് അഡ്വർടൈസ്മെന്റ്സ് ആവണം കൊടുക്കുന്നത്. അഡ്വർടൈസ്മെന്റ്സ് മിസ്ലീഡിങ് ആവാൻ പാടില്ല. ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നല്ല കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ധരിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഇത്രയൊക്കെ കസ്റ്റമേഴ്സിനോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി CSRനുണ്ട്, കമ്പനീസിനുണ്ട്. എംപ്ലോയീസിനാണെങ്കിലും നമ്മൾക്ക് അറിയാം, പിന്നെ എംപ്ലോയീസിന് അവരെ ട്രീറ്റ് ചെയ്യണത് കൃത്യമാവണം, നല്ല ജസ്റ്റിഫയബിൾ ആവണം. അവരെ ഓർഗനൈസേഷനിൽ നല്ലൊരു ഡെമോക്രസി ആ ഒരു കമ്പനിയിൽ ഉണ്ടാവണം. പുതിയ സ്കിൽസും ടെക്നോളജീസും ട്രെയിൻ ചെയ്യിക്കണം. ക്ലിയർ? നല്ല പോളിസീസ് ആവണം കമ്പനിയിൽ ഉണ്ടാവണത്. ലിഷർ ആക്ട് ഫെസിലിറ്റീസ് ഉണ്ടാവണം. അവരെ സ്ട്രെസ്ഫുൾ ആക്കരുത്. അങ്ങനെയൊക്കെ എംപ്ലോയീസിനോട്. ലോക്കൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും
ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നൈബർഹുഡ്, നമ്മുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്യണ നൈബർഹുഡ് ഒരിക്കലും പ്രക്ഷുബ്ധമാവരുത്. പ്ലാച്ചിമട ഇഷ്യൂ പോലെ വേറൊരു പെപ്സിക്കോ കമ്പനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ടു ദ ഗവൺമെൻറ് ഓൾസോ, കൃത്യമായി ടാക്സ് അടച്ച് സൈസബിൾ പോർഷൻ നമ്മൾ അതിലൊന്നും വെട്ടിപ്പും തട്ടിപ്പും വരുത്താൻ പാടില്ല. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റണം. ക്ലിയർ. സമൂഹത്തിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിനെ നമ്മൾ പിന്നെ പ്രമോട്ട് ചെയ്യണം. ആൻഡ് ഇൻ്റർമീഡിയറീസ് ഫെയർ സ്റ്റാൻഡേർഡ്സ് ആവണം. ഇടനിലക്കാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല. ട്രേഡ് ചെയ്യുമ്പോൾ സെറ്റിൽമെൻറ്റ് ഡേയ്സ്, നമ്മൾ ഒരു സപ്ലയർക്ക് പൈസ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇൻ്റർമീഡിയറീസിനൊക്കെ കറക്റ്റായിട്ടുള്ള പൈസ കിട്ടണില്ലേ നോക്കണം. അതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് സപ്ലയേഴ്സ് ഓൾസോ, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എത്തിക്കൽ പ്രാക്ടീസ് ഫോളോ ചെയ്യണം. ആൻഡ് ഫൈനലി ദ ഫിനാൻഷ്യൽ കമ്മ്യൂണിറ്റി ഇസ് ദ ഷെയർ ഹോൾഡേഴ്സാണ് നമ്മുടെ ഫിനാൻഷ്യൽ കമ്മ്യൂണിറ്റി. ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റും അവർക്ക് എല്ലാ പോളിസി ഡിസിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റും വോട്ടിംഗ് റൈറ്റും ഒക്കെ കൃത്യമായിട്ട് കമ്പനി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് CSR ടുവേർഡ്സ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ക്ലിയർ. ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ CSR കീ സ്റ്റെപ്സ്, എങ്ങനെയൊക്കെയാണ് CSR ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് CSR ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. എൻഷുർ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് പെർട്ടിക്കുലർലി ദ CEO ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എല്ലാ കാര്യങ്ങളും. Clear. Appoint a CSR position at the strategic decision making level to management the development of policy and its implementation. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യണ കാര്യങ്ങൾ ഒരു കൃത്യമായിട്ട് സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ ലോങ് ടേം ഡിസിഷനാണത്. അപ്പോൾ ഏത് രീതിയിലാണ് പോളിസി കൊണ്ടുവരേണ്ടത്, അപ്പോൾ അങ്ങനെ ഒരു CSR പൊസിഷൻ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. ക്ലിയർ. ഡെവലപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ആൻഡ് ഇൻട്രസ്റ്റ്. എല്ലാവരെയായിട്ടും, ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറഞ്ഞു, അവരെയായിട്ടൊക്കെ കൃത്യമായി നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ആൻഡ് ഇൻകോർപ്പറേറ്റ് എ സോഷ്യൽ ഓർ CSR ഓഡിറ്റ് വിത്ത് ദ കമ്പനീസ് ആനുവൽ റിപ്പോർട്ട്. CSR വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം കാര്യമില്ല, അതിനൊരു ഓഡിറ്റ് വെക്കണം. അതായത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് കമ്പനി കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള അത് ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടാവണം. അത് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ക്ലിയർ. Ensure the compensation system within the organization reinsures the CSR policy that have been created rather than merely the bottom line. വെറുതെ പറയുക മാത്രമല്ല, അങ്ങനെ ഒരു കോമ്പൻസേഷൻ സിസ്റ്റം കൃത്യമായിട്ട് ഓർഗനൈസേഷനിൽ ഉണ്ടോ. അതായത് CSRൽ കുറേ കാര്യങ്ങൾ പറയുക, അതൊന്നും നടപ്പിലാക്കാത്തൊരു ഇതല്ല, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ. എന്തെങ്കിലും അതായത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഓംബുഡ്സ്മാൻ വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും വിസിൽ ബ്ലോവർ പ്രോസസ്സ് എന്ന് പറയും. വിസിൽ ബ്ലോവർ പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ആരെങ്കിലും പരാതി ഉന്നയിക്കുക, അതിനാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുക. ആരെങ്കിലും ഒരു ഫീഡ്ബാക്കോ പരാതിയോ ആയിട്ട് പറയുക വെച്ചാൽ CSR ഓഫീസർ ആരാണെങ്കിലും അവർക്ക് കൂടുതൽ ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ CSR ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത്രയും സ്റ്റെപ്സ് എന്തായാലും ഫോളോ ചെയ്യും. ക്ലിയർ. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ CSR. And let us see the history of CSR in India. And ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു റിച്ചസ്റ്റ് ട്രഡീഷൻ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ CSR ഒരു പുതിയ കൺസെപ്റ്റാണ്. പക്ഷേ പണ്ടത്തെ കാലം തൊട്ടിട്ട് തന്നെ കൗടില്യ ആയാലും മൗര്യന ഒക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്തിരുന്നു. അവരൊക്കെ പഴയ പാവപ്പെട്ടവർക്ക് ചാരിറ്റി കൊടുക്കണത് പണ്ട് മുതലേ ഇൻഫോർമലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫോർമൽ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ. നമ്മുടെ കൾച്ചർ, റിലീജിയനും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് CSRന്. ഇപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചറിയാം, നോമ്പുകാലത്തൊക്കെ സക്കാത്ത് എന്ന് പറഞ്ഞൊരു സിസ്റ്റമൊക്കെ ഇസ്ലാമിനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ, നമ്മുടെ ഏർണിങ്സ് പാവപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ചെയ്യണത്. ക്ലിയർ. ഇപ്പോൾ വലിയ വലിയ ഹിന്ദു ഫാമിലീസ് ആണെങ്കിലും അവർ ടെമ്പിൾസ്, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ അറിയാം, വലിയ വലിയ ഹിന്ദു ഫാമിലീസ് ടെമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്.
ആ ടെമ്പിൾസ് ഉണ്ടാക്കണതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാനാണ്. അതുവഴി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ റിലീജിയനിലും ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ധർമ്മട എന്നാണ് ചാരിറ്റീനെ സിക്കിനെ സംബന്ധിച്ചിടത്തോളം ദാശാന്ത് എന്നാണ് അവര് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്ന പേര്. ഇപ്പോൾ ഓരോരുത്തർ ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന ധർമ്മടയാണ്, സിഖ് ഫോളോ ചെയ്യുന്നത് ദാശാന്താണ്. അപ്പോൾ അവിടെ റിലീജിയൻ അല്ല ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ആൾക്കാരും ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു വഴിക്ക് ഈ ഡൊണേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം CSR എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിർബന്ധമാക്കുന്നതിനും ഒരുപാട് മുന്നേ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ? അപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് പറയണത്, 4 ഫേസ് ആയിട്ടാണ് പറയണത്. ആദ്യത്തെ ഫേസിൽ ഫിലാൻട്രോഫിസ്റ്റും ചാരിറ്റിയാണ് പറയണത്. ക്ലിയർ? ഫാമിലി വാല്യൂസ്, ട്രഡീഷൻ, കൾച്ചർ, റിലീജിയൻ അതൊക്കെ വന്നു. 1850s വരെ ബിസിനസ്മാൻ അവരുടെ റിച്ച് ആയിട്ടുള്ള ബിസിനസ്മാനൊക്കെ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ ടെമ്പിൾസ് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അവര് ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്തൊക്കെ എന്താ ചെയ്യാച്ചാ പാവപ്പെട്ടവർക്ക് ആ ടെമ്പിൾസിൽ ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് CSRന്റെ മാറിയത് 1850s. പ്രീ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. 90s എത്തിയപ്പോഴേക്കും അതൊക്കെ ഫിലാൻട്രോഫിസ്റ്റിന്റെ കാലം തന്നെയാട്ടോ. 90s ഇൻഡസ്ട്രിയൽ ഫാമിലീസ് ലൈക്ക് ടാറ്റാസ്, ബിർലാസ്, മോഡീസ്, ഗോദ്രേജ്, ബജാജ്, സിംഗാനിയാസ് അവരൊക്കെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രസ്റ്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതൊക്കെ കൊണ്ടുവന്നു. ക്ലിയർ? അപ്പോൾ അതൊക്കെ പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. അതിലൊരു കാര്യം, ഇത്രയും ആൾക്കാരൊക്കെ വന്നപ്പോൾ അതിലൊരു ഇതും കൂടി ഉണ്ട്. അവർക്ക് പൊളിറ്റിക്കൽ മോട്ടീവും കൂടി വന്നു എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണ്. ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രഷറൈസ്ഡ് ആയിരുന്നു. ആ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. മഹാത്മാഗാന്ധിയാണ് ഇൻഡസ്ട്രിയലിസ്റ്റിന് അവരുടെ ഷെയർ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് വന്നത് മഹാത്മാഗാന്ധിയുടെ കാലത്താണ്. അതിനെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. ക്ലിയർ? ഈ ഒരു കൺസെപ്റ്റ് സോഷ്യോ എക്കണോമിക് ഗ്രോത്തിന് കാരണമായി. ഗാന്ധിജി റിഗാർഡ് ചെയ്തിരുന്നു ഇന്ത്യൻ കമ്പനീസിനെയും ഇൻഡസ്ട്രീസിനെയും മോഡേൺ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ ആയിട്ടാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഗാന്ധിജി ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്ത് കോളേജും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തുടങ്ങാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നു. ക്ലിയർ? അങ്ങനെയുള്ള ട്രസ്റ്റുകളാണ് റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും പിന്നെ വിമൻ എംപവർമെന്റ്, എഡ്യൂക്കേഷൻ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ വഴി വന്ന ട്രസ്റ്റീസ് ആണ്. ക്ലിയർ? അപ്പോൾ അവിടെ ട്രസ്റ്റീസ് ആണ് വന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അതിനുള്ള പ്രഷർ ഉണ്ടായിരുന്നത്. പിന്നെ തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 1960s to 1980s CSR വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എമർജൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു എൻഷുർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അപ്പോഴാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വന്നത്. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഹൈ ടാക്സസ്. പ്രൈവറ്റ് സെക്ടറിന് ഒരിക്കലും റെസ്ട്രിക്ഷൻസ് വന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഭയങ്കര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല, എന്നാലും പബ്ലിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പൊക്കെ വ്യത്യാസം വന്നു. പിന്നെ പ്രൈവറ്റിനും കൂടുതൽ ഇൻവോൾവ്മെന്റ് വന്നു തുടങ്ങി. 1965 അക്കാഡമീഷ്യൻസും പൊളിറ്റിക്സും ഒക്കെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. അങ്ങനെ സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പാരൻസി ഒക്കെ കൂടുതൽ വന്നു തുടങ്ങി നമ്മളുടെ സെക്ടറിൽ. ഇതൊക്കെയാണ് CSRന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് CSR. സോ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് CSR. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. എങ്ങനെയാണ് കമ്പനീനെ ഡയറക്റ്റ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും. ക്ലിയർ? അതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ
റൂൾസും റെഗുലേഷൻസും ഒക്കെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, കൃത്യമായിട്ട് ഗവേൺ ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള റൈറ്റ്സ് കിട്ടുന്നുണ്ടോ നോക്കുക, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരേപോലെ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ റെസ്പോൺസിബിൾ നമ്മൾ സൊസൈറ്റിയിൽ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസും എംഫസൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് റെസ്പോൺസിബിലിറ്റി കൃത്യമാവണം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഇൻറ്റഗ്രേഷൻ. കോർപ്പറേറ്റ് ഗവേണൻസ് വഴി CSR ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ചെയ്യണത്. CSR എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ പിന്നെ ഷെയർ ഹോൾഡേഴ്സിനും ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ അക്കൗണ്ടബിൾ ആവണം, മെക്കാനിസംസ് ക്രിയേറ്റ് ചെയ്യണം നല്ല രീതിയിൽ, എല്ലാ ലോസും റൂൾസൊക്കെ കറക്റ്റ് ആവണം, എല്ലാം നിയമപരമായി കൃത്യമാക്കുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ. CSR എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് അറ്റൻഷൻ, ക്ലിയർ. പിന്നെ heightened interest in CSR has stemmed from the advent of globalization. ഗ്ലോബലൈസേഷനും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ CSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് എത്തിക്കഴിഞ്ഞു. കാരണം CSRൽ വരുമ്പോൾ എന്താ വെച്ചാൽ ബിസിനസ് കമ്പനിയിലേക്ക് മാത്രം ഒതുങ്ങല്ല, അതിൻ്റെ ഓപ്പറേഷൻസ് സൊസൈറ്റിയിലേക്കും കൂടി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കണത്, ക്ലിയർ. അപ്പോൾ ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ CG ആൻഡ് CSR. കോർപ്പറേറ്റ് ഗവേണൻസും CSRും തമ്മിൽ കൃത്യമായിട്ടൊരു ലിങ്ക് ഉണ്ട്. കാരണം മോർ സ്പെസിഫിക്കലി ബ്രോഡർ കൺസെപ്ഷൻ ഓഫ് CG, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ബ്രോഡർ കൺസെപ്ഷനാണ് CSRലേക്ക് നയിക്കുന്നത്, ക്ലിയർ. അപ്പോൾ പിന്നെ CSR ബിസിനസ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കുകയാണ് നമ്മളുടെ ചെയ്യണത്. ഹയർ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, ക്ലിയർ. അപ്പോൾ CG കോർപ്പറേറ്റ് ഗവേണൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യമാണ്, ക്ലിയർ. അപ്പോൾ അതിന് 3 മോഡൽസ് ഉണ്ട്. CG CSRൻ്റെ ഒരു പില്ലറാന്ന് അവകാശപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. CG എന്ന് പറയണത് CGയുടെ ഒരു ഡയമെൻഷനാണ് CSR എന്ന് പറയണതുണ്ട്. രണ്ടും ഒരു പാർട്ടാണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാന്ന് പറയണ 3 രീതിയിലുള്ള മോഡൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. CG ആസ് എ പില്ലർ ഓഫ് CSR ആണ് ആദ്യത്തെ മോഡൽ, ക്ലിയർ. അപ്പോൾ CG ആസ് എ പില്ലർ ഓഫ് CSR റിക്വയർസ് എൻ എഫക്റ്റീവ് CG സിസ്റ്റം. അതായത് നമ്മൾ CG ആസ് എ പില്ലർ ഓഫ് CSRൻ്റെ ഒരു വലിയ പില്ലറാണ് CG, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു ഇഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ CSRുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ. അപ്പോൾ പിന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൃത്യമായിട്ട് എത്തിക്കാൻ CGക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. CSR CGയുടെ ഒരു ഡയമെൻഷനാന്ന് പറയുന്നുണ്ട്, ക്ലിയർ. അതായത് അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ചും കൂടി വലിയ ടേം ആണെന്നാണ് അവിടെ പറയുന്നത്. കാരണം ഈ CG എന്ന് പറയുന്നത് ഒരു വലുതും CSR അതിലുള്ള ഒരു ചെറിയ കാര്യമാണ്. കാരണം കോർപ്പറേറ്റ് ഗവേണൻസിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും കോർപ്പറേറ്റ് ഗവേണൻസിൽ പിന്നെ ലീഡർഷിപ്പ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ, കോർപ്പറേറ്റ് ഗവേണൻസിലെല്ലാം പെടും. അതിൽ ഒരു ഭാഗമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് കുറച്ചും കൂടിയും ഹൈ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. കാരണം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അണ്ടറിലാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ പിന്നെ അതുവഴി നമുക്ക് ലീഡർഷിപ്പ് റോൾസും നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റിലൊക്കെ കുറച്ചും കൂടി വൈഡൻഡ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും ഒരു പാർട്ടാണ്. മൂന്നാമത്തെ മോഡൽ പ്രകാരം അത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ആക്ട് ചെയ്യണത്. പുവർ CG ആണെങ്കിൽ പുവർ CSR ആവും, പുവർ CSR ആണെങ്കിൽ പുവർ CG ആവും. രണ്ടും ഒരു കോയിൻ്റെ 2 സൈഡായിട്ടാണ്. ഇതാണ് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്ക്. കണ്ടിന്യൂം ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യണത്. ഇന്നത്തെ ലോകത്ത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ക്ലിയർ. ദിസ് ഇസ് ദ തേർഡ് മോഡൽ ഓഫ് CG ആൻഡ് CSR ആൻഡ് CSR ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. ലെറ്റ് us make it very brief. CSR എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും ഇനീഷ്യേറ്റീവ് നടക്കുന്നത് 28,000 ക്രോസോളം സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പിന്നെ ചെലവാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പറയണത്. ഒരുപാട് CSR
പ്രോജക്ട്സ് ഇന്ത്യയിലുണ്ട്. അതിൽ ഒന്നാണ് ചില പ്രോജക്ട്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അപ്രോച്ച് നിയർ ദ കോർപ്പറേറ്റ് ഫെസിലിറ്റി. നമ്മളുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്യണതിൻ്റെ അടുത്ത് പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അപ്രോച്ച് കൊണ്ടുവരിക. ക്ലിയർ. NGOs, അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, കുടുംബശ്രീ വഴിയോ അങ്ങനത്തെ NGOs വഴി നമ്മൾ കുറച്ചും കൂടിയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ. അപ്പോൾ എഡ്യൂക്കേഷൻ ആവാം, ചിലപ്പോൾ അത് ഇഷ്ടമുള്ളത് പിക്കപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇപ്പോൾ തൃശ്ശൂരാണ് ഒരു കമ്പനി വരുന്നത് വെച്ചാൽ തൃശ്ശൂർ ഏരിയയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അപ്പോൾ ചിലപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയാവും ചെയ്യേണ്ടാവുക, അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് വഴിയാവും ചെയ്യേണ്ടാവുക. അപ്പം നമുക്ക് തന്നെ ആലോചിച്ചറിയാം, പിന്നെ നമ്മുടെ അവിടെ നാട്ടികയിൽ ഏറ്റവും വലിയൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ യൂസഫ് അലിയാണ്. ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ അല്ല, എന്നാലും അവരുടെ ഒരു ഇതിൽ ഫേമിൽ ഒരു കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം തന്നെയാണ്. കമ്പനി ഫേമിൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കോവിഡിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക ചെയ്തത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, CSRന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നീഡ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് അക്രോസ് ജോഗ്രഫീസ്. ഇപ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ബൗണ്ടറീസ് എവിടെ വേണമെങ്കിലും പോയിട്ട് എവിടെയാണോ ആവശ്യം, അപ്പോൾ അവിടെ ആവശ്യം എവിടെയാ വെച്ചാൽ അവിടെ പോയിട്ട് ഫങ്ഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ പറയാറുണ്ട് ബിഗ് ഫൗണ്ടേഷൻസ് ഒക്കെ, പല ബിസിനസ് അംബാനി ഗ്രൂപ്പിനൊക്കെ ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് എല്ലാവിടെയും ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഇഷ്യൂസ് വന്നാലും അവർ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, അവരെവിടെ ആർക്ക് വേണമെങ്കിലും പൈസ കൊടുക്കാവുന്ന പ്രോജക്റ്റുകൾ അവർക്കുണ്ട്. ക്ലിയർ. അലൈനിങ് ഇൻ്റർവെൻഷൻസ് വിത്ത് കോർ കോമ്പിറ്റൻസീസ് ഇസ് അനദർ സ്കിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ അവരുടെ കോർ സ്ട്രെങ്ത്, ഇപ്പോൾ IT ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ടെലികോം ഫീൽഡ് ഉണ്ട്. അപ്പോൾ ടെലികോം ഫീൽഡിലൊക്കെ അവരെന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അവരുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷനാണ്. ക്ലിയർ. IT ഫീൽഡിലുള്ളവർക്ക് അവരുടെ കോർ കോമ്പിറ്റൻസി അതാണ്. അപ്പോൾ അവരതെന്താ ചെയ്യുക വെച്ചാൽ സ്കൂളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ആ ഫീൽഡിൽ. അതായത് അവരുടെ ഇപ്പോൾ കെൽട്രോൺ എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. അപ്പോൾ അതൊരു CSR ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കോമ്പിറ്റൻസിന്ന് നമ്മൾ മാറിപ്പോകില്ല. അപ്പോൾ നമ്മുടെ കോമ്പിറ്റൻസി, ഇപ്പം നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ആ രീതിയിൽ കുറച്ച് സർവീസ്, വിദ്യാഭ്യാസപരമായിട്ട് താഴോട്ട് നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള കുട്ടികൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായം ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ക്രിയേറ്റിംഗ് ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ആണ് ക്രിയേറ്റിംഗ് ഷെയർഡ് വാല്യൂ. ചില കമ്പനീസൊക്കെ ഇന്നവേറ്റീവ് ആണ്, അവർ ഷെയർഡ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ UN പോലുള്ള ഇൻ്റഗ്രേറ്റിംഗ് ബിസിനസ് വാല്യൂ ചെയിനിലേക്ക്, അതായത് നമ്മളെ ലോങ് ടേം ആയിട്ടുള്ള എക്കണോമിക്കലി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, നേഷൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പ്രോജക്ട്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5 കമ്പനീസ്, ഇപ്പോൾ ടാറ്റ, അംബുജ സിമെൻറ്റ്, ഇൻഫോസിസ്, കൊക്കക്കോള, ഇവരൊക്കെ ചെയ്യണ ഒരുപാട് CSR പോളിസീസ് ഉണ്ട്. ഇപ്പം നെറ്റിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു 5 ഫേംസിൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഈ ഒരാഴ്ചയിൽ ഞാനൊരു 10 പേരെ വിളിച്ച് ചോദിക്കും എന്തൊക്കെയാണ് ആ കമ്പനീസിൻ്റെ CSR ഇനീഷ്യേറ്റീവ്സ്. ആ സമയത്ത് ചെയ്തിട്ടില്ല എന്ന് എന്നോട് പറയരുത്. Okay, so with this we are coming to an end of this chapter, and tomorrow we shall come with corporate citizenship. Clear?